അടുത്തതായി ക്യാഷ് അവാർഡ് വിതരണം ചെയ്യുന്നതിനായി പട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ എം സൈനുദ്ദീനെ അതിപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ഹൈദരാലി ആശാൻ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിനും അതോടൊപ്പം തന്നെ കുറച്ച് വാക്കുകൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിനുമായി ഹൈദരാലി ആശാന്റെ പ്രിയപുത്രൻ അഡ്വക്കേറ്റ് ഹാരിഷ് വി ഹൈദരലിയെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, കലാസ്നേഹികളെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് അങ്ങനെ പ്രസംഗിച്ച് വലിയ പരിചയമോ ഇതൊന്നുമില്ല. എന്തും സംഭവിക്കാം. ഇന്നലെയായിരുന്നു എൻ്റെ അനുസ്മരണ പ്രഭാഷണത്തിൻ്റെ അരങ്ങേറ്റം ചങ്ങമ്പുഴ പാർക്ക് എറണാകുളത്തിൽ വെച്ച്. അപ്പോൾ കുറച്ച് കാരണം എന്നേക്കാളും എപ്പോഴും ഞാൻ ഉപ്പാനെ വിളിക്കാറ്. ഉപ്പാനെ കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും അർഹതയുള്ളവർ പത്തിയൂരാശാനെയും അതേപോലെ റാംമോഹനാശാനെ പോലെ ഉള്ളവരാണ്. കാരണം അവരാണ് കൂടുതൽ ഒരുമിച്ച്, ഞങ്ങളെക്കാൾ കൂടുതൽ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ ഇവരൊക്കെ ആയിരിക്കും. കാരണം വർഷത്തിൽ പകുതി ഇവരുടെ കൂടെ ആയിരിക്കും, ബാക്കി പകുതി വേറെ പുറത്തുള്ള പ്രോഗ്രാം, അപ്പോഴും ഇവരുടെ കൂടെയാണ്. സാധാരണ ഒരു സീസൺ വരുമ്പോൾ, സീസൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 മാസം, ഒരു വേനൽക്കാലം മൊത്തമായിരിക്കും. ആ കലണ്ടർ ഇപ്പോൾ ഡയറിയോ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ മാസങ്ങളിൽ ഒരു 25 ദിവസവും എവിടെയെങ്കിലും പരിപാടി ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും കറക്റ്റായിട്ട് ഉപ്പാനെ കുറിച്ച് പറയാൻ ഇവരൊക്കെ തന്നെയാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള ആൾക്കാർ. പിന്നെ ഉപ്പ അത് മാത്രമല്ല, ഉപ്പ അറിയപ്പെട്ടിരുന്നത് ഉപ്പയുടെ കർമ്മത്തിൻ്റെ മേഖലയിലുള്ള പ്രശസ്തി കൊണ്ടാണ്, പേഴ്സണലായിട്ടുള്ള കാര്യം കൊണ്ടല്ല. അപ്പം അതിലും എന്നെക്കാളും ഏറ്റവും അർഹരവരാണ്. എന്നിരുന്നാലും കുറച്ച് വാക്കുകൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കേരളത്തിൻ്റെ നന്മയുടെ, മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കലാമണ്ഡലം ഹൈദരാലി. കാരണം പാട്ടുകാരൻ മൊയ്തുട്ടിയുടെ 8ാമത്തെ മകനായി വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വെച്ച് അവിടുത്തെ ഒരു നാട്ടുകാർ നടത്തുന്ന സംഗീത മത്സരത്തിൽ വിജയിച്ചിട്ട് അടുത്തത് എന്ത് എന്ന ആലോചന, അതും നാട്ടുകാരും ഉപ്പാടെ ജ്യേഷ്ഠനും കൂടിയാണ് ഏറ്റവും അടുത്ത് പാട്ട് പഠിക്കാൻ പറ്റിയ സ്ഥലം, കൊണ്ട് ചേർക്കാൻ പറ്റിയ സ്ഥലം കലാമണ്ഡലമാണ്. അന്ന് വെള്ളത്തോളൊക്കെയാണ് അവിടെ. അപ്പോൾ കലാമണ്ഡലത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു മുസ്ലിം പയ്യൻ കഥകളി സംഗീതം പഠിക്കാൻ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ അവസാനം അവർ തീരുമാനിച്ചു, അതൊരു വലിയൊരു തുടക്കമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ. കഥകളിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു ചരിത്രമാണ്. മാത്രമല്ല അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അന്നത്തെ കാലത്ത് ഏകദേശം 60കളിലൊക്കെ ആയിരിക്കും. അപ്പോൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 2000 രൂപ ആൾജാമ്യം വേണം. അപ്പം അത് നിൽക്കാൻ ആരുമില്ല, വീട്ടിലൊരു മാർഗമില്ലാത്ത കാരണം കൊണ്ടാണ് ഇവിടെ കൊണ്ട് 8ാമത്തെ ആളെ കൊണ്ട് ചേർക്കുന്നത്. അപ്പോൾ അതിന് സമ്മതം നൽകിയത് 2000 രൂപയുടെ ആൾജാമ്യം നിന്നത് ഒരു ആൻ്റണി ചേട്ടനാണ്. അപ്പോൾ നമ്മളീ പറഞ്ഞ മതസൗഹാർദ്ദത്തിൻ്റെ എല്ലാ ഇതും തികഞ്ഞ് അങ്ങനെ അത് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ പ്രവൃത്തി മേഖല വീണ്ടും അമ്പലങ്ങളിലാണ്. ഇതിനു മുമ്പ് ഇല്ലാത്തൊരു സാഹചര്യമാണ്.
അപ്പോഴും പലരും അപ്പോൾ തുടക്കത്തിൽ ഒരു എല്ലാവർക്കും ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിചയമില്ലാത്തൊരു സമൂഹമാണ്. ഇങ്ങനെ ഒരു പുതിയത് വരുമ്പോൾ ഈസിയാണ്, എളുപ്പമായിട്ട് അവോയ്ഡ് ചെയ്യാൻ. എന്നാൽ നമ്പീശ്നാശാൻ ഇങ്ങനെ MKK നായർ സാറോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അന്ന് കഥകളി ക്ലബ്ബുകളും കുറവാണെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നന്നായി പാടുന്നുണ്ട്, അങ്ങനെ ഒരു മുസ്ലിം പയ്യൻ പഠിച്ചിട്ട് വെറുതെ ആവരുത് എന്ന് നമ്പീശ്നാശാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് MKK നായർ സാറ് ഫാക്റ്റിൽ ഇപ്പോൾ ദൈവതുല്യം കണക്കാക്കുന്ന ആണ് അദ്ദേഹത്തെ. അപ്പോൾ അങ്ങനെ FACT എടുക്കുകയും അതുകൊണ്ട് സ്ഥിരം ഒരു വരുമാനം ഉണ്ടായി, അതുകൊണ്ട് ഒരു കലാമണ്ഡലം ഹൈദരാലി ഉണ്ടായി എന്നാണ് ഉപ്പ പറഞ്ഞത്. അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ മാർഗം നോക്കി പോകേണ്ടി വന്നേനെ. അപ്പോൾ ഉപ്പ എപ്പോഴും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഓർക്കുന്ന പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങൾ നമ്പീശ്നാശാനും അതുപോലെ MKK നായർ സാറുമാണ്. ആ ബന്ധം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. MKK നായർ സാറിൻ്റെ അടുത്ത് ഉപ്പ അത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ അദ്ദേഹം അസുഖം വന്ന് കിടക്കുമ്പോൾ അവിടെ പോയി പാടി അദ്ദേഹത്തിന് നമുക്ക് ആ സ്നേഹബന്ധം അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഉപ്പ കരയൊക്കെ ഉണ്ടായി. അപ്പോൾ എന്തിനാ കരഞ്ഞെന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ ദൈവം പോലെയുള്ള മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ. അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് അന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. പിന്നെ അതേപോലെ പയ്യെ പയ്യെ എല്ലായിടത്തും ഉപ്പാടെ പാട്ട് ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി, കൂടുതൽ അംഗീകാരം കിട്ടി തുടങ്ങി. എല്ലാ സഹപ്രവർത്തകരും എല്ലാവരും, കാരണം ഒരു പേര് ഒരു പെക്യൂലിയർ ഒരു ഇന്നൊരു മതത്തിൽ വന്നുകൊണ്ട് മാത്രമായില്ല, അതിൽ നന്നായി അവതരിപ്പിക്കാനും കഴിയണം. അപ്പോൾ രണ്ടും കൂടി ഒത്തു വന്നപ്പോൾ പയ്യെ പയ്യെ എല്ലാവരും അംഗീകരിച്ചു മുന്നോട്ടുള്ള കൂടുതൽ ഉയർച്ചയിലേക്ക് പയ്യെ പയ്യെ ഉയർന്നു വരികയുണ്ടായത്. ഇപ്പോൾ കഥകളിക്ക് മാത്രമല്ല പാടിയിരുന്നത്, ഡാൻസിനും കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർക്ക് വേണ്ടിയും ഒക്കെ പാടിയിട്ടുള്ളതായിട്ടൊക്കെ അറിയാം. പിന്നെ ഒരുപാട് ഏകദേശം 40ഓളം വിദേശ രാജ്യങ്ങളിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ഒരു കലാകാരനായതുകൊണ്ടാണ് ഇത്രയും രാജ്യങ്ങൾ സന്ദർശിക്കാനൊക്കെ കഴിഞ്ഞത്. അപ്പോൾ പലപ്പോഴും ഇപ്പം പാട്ട് മാത്രമല്ല, ഇപ്പോൾ അത്യാവശ്യം നന്നായി വരയ്ക്കാനും ഒക്കെ അറിയാമായിരുന്നു. പിന്നെ ഈ ക്രാഫ്റ്റ് പോലെ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഇപ്പോൾ ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ വലിയ നല്ല ടോയ്സൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ അന്ന് ഇത്ര ഒരുപാട് ടോയ്സ് ഒന്നും മേടിക്കാൻ കിട്ടുന്നതല്ല, എല്ലാം ഉണ്ടാക്കിയത് മരത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം അന്ന് ഇപ്പോൾ ഈ എല്ലാവരേക്കാളും ബെസ്റ്റ് ഒരു ടോയ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടൊക്കെ ഓർമ്മയുണ്ട്. അതൊരു ലോറിയുടെ ഒരു മോഡല്, നമ്മുടെ ഇതുണ്ടല്ലോ ഒന്ന് റബ്ബർ ചെരുപ്പാണ്, അതൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ടയറ്, അപ്പോൾ ഒന്ന് വലിച്ചു നടക്കാനുള്ള ഇതൊക്കെ ഭംഗിയായിട്ട് ഏറ്റവും ഭംഗിയുള്ള ഒരു കളിപ്പാട്ടം എൻ്റെ ആയിരുന്നു. അതേപോലെ ഇപ്പം ഇന്നലെ ബാബു നമ്പൂതിരി ചേട്ടൻ പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം ഒട്ടും കർക്കശക്കാരനായ ഒരു ഗുരുനാഥനോ അല്ലെങ്കിൽ ഗായകനോ കൂടെയുള്ള സഹപ്രവർത്തകനായിരുന്നില്ല. വീട്ടിലെങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിലും ഒട്ടും കർക്കശക്കാരനൊന്നും ആയിരുന്നില്ല. വളരെ സ്നേഹവും കൂടുതൽ തമാശകൾ എപ്പോഴും പറയാനും ഇഷ്ടപ്പെടാനും ഉള്ള ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ഏറ്റവും വലിയൊരു കഴിവ് എനിക്ക് തോന്നിയത് ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ 7 വയസ്സുകാരൻ മുതൽ ഒരു 90 വയസ്സുകാരന്മാർ ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഉപ്പക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, നമ്മളെപ്പോഴും സർപ്രൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. വിദേശത്തേക്ക് പോകാനായിട്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ നിന്നാണ്ട് വടക്കാഞ്ചേരി ഓട്ടുപാറ നമ്മുടെ വീട് അവിടെയാണ്, ഉപ്പയുടെ വീടും അവിടെ തന്നെ. അപ്പോൾ വിദേശത്തേക്ക് പോകാനായിട്ട് തൃശ്ശൂരിൽ നിന്ന് ആണ് അവർ ട്രെയിൻ കയറി ബോംബെ പോയിട്ട് ബോംബെയിൽ നിന്നാണ് ഫ്ലൈറ്റിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വീടിൻ്റെ ബാക്കിൽ പാടം, ഒരു തോടുണ്ട്, എൻ്റെ ബാക്കിൽ പാടം, അത് കഴിഞ്ഞ് റെയില്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞു, അങ്ങനെ ഇന്ന ഇത്ര സമയമാകുമ്പോൾ നിങ്ങൾ ആ പാടത്ത് റെയിലിൻ്റെ കുറച്ച് വിട്ട് ഇങ്ങനെ മാറി നിന്നോളം പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ സമ്മാനം തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ഞങ്ങളെല്ലാം കുറേ കുട്ടികളായിട്ട് അവിടെ ചെന്നു, കാത്തു നിന്നു. ട്രെയിൻ ദൂരന്ന് വരുമ്പോൾ തന്നെ ഞങ്ങൾ കൈവീശി കാണിച്ചു. ഒരു വലിയ പൊതി ഞങ്ങൾക്ക് നേരെ എറിഞ്ഞു തന്നു. അപ്പോൾ അതിനകത്ത് നിറച്ച് മധുരപലഹാരങ്ങളും മിഠായികളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ്. സാധാരണ കൊടുത്താൽ മതി, പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു സ്പെഷ്യൽ ഒരു ഇതാവുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. അതേപോലെ തന്നെ ഒരുപാട് തമാശകൾ ആസ്വദിക്കുകയും, വരയ്ക്കുന്ന കാര്യം വീണ്ടും പറയുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ, അതുപോലെ എൻ്റെ ഉമ്മയുടെ ഫോട്ടോ, ഉപ്പയുടെ ഉമ്മയുടെ ഫോട്ടോ, അതുപോലെ MKK നായർ സാറിൻ്റെ ഫോട്ടോ, ഇതൊക്കെ വരച്ചിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പോലെ തന്നെ തോന്നുന്ന ഒരു പടമായിരുന്നു വരച്ചിട്ടുള്ളത്. അപ്പോൾ വരയ്ക്കാൻ പിന്നെ ചില കാർട്ടൂണുകളൊക്കെ ചില സമയത്ത് വരയ്ക്കുന്നുണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ ആരോടും ഒരിക്കലും വലിയ ദേഷ്യമോ വെറുപ്പോ ഇത് വെച്ച് പുലർത്താത്ത ഒരാളാണ്. പിന്നെ കൃത്യമായിട്ട് കഥകളിക്കാരുടെ കാര്യങ്ങൾ പറയാൻ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും അത് ചിലപ്പോൾ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവും, അവർക്ക് ചിലപ്പോൾ PhDയും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും. പക്ഷേ കഥകളിയിൽ നിന്ന് അതിൽ പ്രവർത്തിച്ചിട്ടോ കഥകളി സംഗീതത്തിലോ പ്രവർത്തിച്ചവർക്ക് വേണ്ടി പറയുന്നവർ എഴുതുന്നവരും ചുരുക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞാണ്. അപ്പം അത് ഞങ്ങൾ തന്നെ പറയണം. അപ്പം അതിന് അവർക്ക് കൃത്യമായിട്ട് പലപ്പോഴും ഇപ്പോൾ ഭാഷാഭൂഷണിയിലും അതുപോലെ അന്നത്തെ കലാകൗമുദിയിലും ദേശാഭിമാനിയിലും ആസിയയിലൊക്കെ അതിന് മറുപടിയായിട്ട് മാതൃഭൂമിയിലൊക്കെ മറുപടിയായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിന് കൃത്യമായിട്ട് എന്നാൽ വെറുപ്പിക്കാതെ തന്നെ മറുപടി പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ തമാശകൾ ഇഷ്ടപ്പെടുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ, ഒരു വിദേശത്ത് പോയ സമയത്തുള്ളൊരു കാര്യം, 1-2 കാര്യങ്ങൾ പറയാം. അതിലൊന്ന് പ്രധാനമായിട്ട് ഒരു സ്പെയിനിൽ പോയപ്പോൾ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ സാധാരണ പൊതുവെ ഇവർ പഠിക്കുന്ന മേഖല കഥകളി ആയതുകൊണ്ട് തന്നെ മറ്റ് ഇംഗ്ലീഷോ അതൊന്നും സയൻസോ ഒന്നും അറിയില്ല. പക്ഷെ ഇത് തന്നെ വലിയൊരു സംഭവം. ഇത് കഥകളി പഠിക്കാൻ കുറേ ഉണ്ട്, എളുപ്പമല്ല പഠിക്കുന്നത്. അത് ഒരു തപസ്യ പോലെ പഠിച്ചിട്ടാണ്. പക്ഷെ ഉപ്പാക്ക് എപ്പോഴും ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ ഒക്കെ ഒരു വിഷമം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്പെയിനിൽ പോയപ്പോൾ അവർക്കും ഇംഗ്ലീഷ് അറിയില്ല, അവർക്ക് സ്പാനിഷ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇവർ അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ചിട്ട് ഇവർക്ക് ഹാർമോണിയം വെക്കാനോ ശ്രുതിപ്പെട്ടി വെക്കാനോ ഒരു മേശ വേണം. അപ്പോൾ സാധാരണ ഒരു മാനേജേഴ്സ് ഉണ്ടാവും, തർജ്ജമ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവാറുണ്ട്. അന്ന് ആ സമയത്ത് ഈ തർജ്ജമ ചെയ്യുന്ന ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, അറിയാവുന്ന മുറി ഇംഗ്ലീഷിലൊക്കെ വി വാണ്ട് ടേബിൾ എന്നൊക്കെ പറഞ്ഞു നമുക്ക്. അപ്പോൾ ഈ ഹാളിൻ്റെ മാനേജ് ചെയ്യുന്ന അദ്ദേഹത്തിന് ഇത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഉപ്പാക്ക് വരയ്ക്കാൻ അറിയാമെന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഒരു മേശയുടെ പടം വരച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഓ മേശ എന്ന്. അപ്പോഴാണ് മനസ്സിലായത് മേശ എന്നുള്ള വാക്ക് ആ ഭാഗത്തു നിന്നാണ് വന്നത്. ശരിക്കും പോർച്ചുഗീസ് ആണ് അതിൻ്റെ ഉറവിടം. സ്പാനിഷിലും നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം മേശ എന്നാണ്. ഇപ്പം മലയാളത്തിൽ പണ്ട് പോർച്ചുഗീസുകാർ ഇവരൊക്കെ ഇവിടെ വന്നാറുകൊണ്ടായിരിക്കാം നമ്മുടെ മലയാളത്തിൽ മേശ എന്നുള്ള വാക്ക് വന്നത്. അപ്പോൾ പിന്നെ കംപ്ലീറ്റ് മലയാളത്തിലാണ് പിന്നെ അവരോട് സംസാരിച്ചതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ അതേപോലെ വേറൊരു ഇത് പറയുകയാണെങ്കിൽ, കഥകളിക്കാർക്ക് ലഭിക്കുന്ന തുകയുടെ തുച്ഛത അല്ലെങ്കിൽ കുറവ്, അതിനെക്കുറിച്ച് സൂചിപ്പിച്ചൊരു തമാശ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ പറയുന്നത് വേതനം അല്ലെങ്കിൽ ഇതിൽ കിട്ടുന്ന ഒരു കൂലി അല്ലെങ്കിൽ എമൗണ്ട് അത് വളരെ കുറവാണ് കഥകളിക്കാർക്ക്. ഒരു വിദേശത്ത് ഇറ്റലി പോയ ഒരു കഥ പറഞ്ഞു അതിൻ്റെ എക്സാമ്പിളായിട്ട്. ഇറ്റലി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർക്ക് അവിടെ ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും അന്ന് ഇറ്റലിയിലെ കറൻസി ലീറ ആയിരുന്നു. ഇപ്പോൾ യൂറോയുടെ ഭാഗമായിട്ട് യൂറോ ആണ് കറൻസി. അപ്പോൾ ലീറ അവിടെ ചെന്ന് 50,000 ലീറ ആളൊന്നൊക്കെ കൊടുത്തു. ഇവരെല്ലാവരും സന്തോഷത്തോടെ കണ്ണ് നിറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് ഈ സന്തോഷം ആഘോഷിക്കാനായിട്ട് അവർ തൊട്ടടുത്തുള്ള ഒരു കഫേയിലെ ചായക്കട കയറി ഒരു ചായയും ഒരു കേക്കോ ബണ്ണോ എന്തോ കഴിച്ചു. ബില്ല് വന്നപ്പോൾ ആളൊന്നൊക്കെ 25,000 ലീറ എന്നാണ് പറഞ്ഞത്. അവിടെയും വലിയ കൂടുതൽ ചെറിയ എമൗണ്ടുകളാണ് കിട്ടുന്നതെന്ന് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം ഷെയർ ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പാക്ക് വിടവാങ്ങാൻ അവസാന വേദി ഒരുക്കാൻ ഇതിലും ബെസ്റ്റ്
ഒരു സ്ഥലമില്ല. ഇവിടെ വന്ന ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ എല്ലാവരുടെയും സ്നേഹവും എല്ലാ മതവിഭാഗക്കാർക്കും ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇതിലും ബെസ്റ്റ് ഇവിടെ വാങ്ങാനുള്ള സ്ഥലം വേറെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസിച്ചു.